ചങ്ങായിമാർ ഇന്നലെ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു മലയാളി പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ട വിവരം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. മനസാക്ഷിയുള്ള എല്ലാവർക്കും ഉണ്ടല്ല ആ വാർത്ത കേട്ടപ്പോ ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വാർത്ത വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ആ കൊല്ലപ്പെട്ടതുണ്ടല്ലോ ഒരു ഹിന്ദുവാണെന്നും ആ കൊലപാതകമുണ്ടല്ല ഒരു മുസ്ലിമാണെന്ന് അറിഞ്ഞ പാടില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ചിന്, ഈ സംഭവം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അതായത് ഈ സംഭവത്തെ കേരളത്തിലെ സംഖ്യകളുണ്ടല്ലോ എങ്ങനെ മുതലെടുക്കുന്നത് വിവരവും ബോധവും എല്ലാവർക്കും ഉണ്ടല്ല എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് ഈ വാർത്ത വന്നതിന്റെ അടുത്ത നിമിഷം തന്നെ ഉണ്ടല്ല ഞാൻ സംഘപരിവാർ ഹാൻഡിലിൽ കയറി നോക്കുമ്പോഴല്ല അവിടേക്ക് ഈ വാർത്തനുണ്ടല്ല അവർ ആഘോഷിക്കുകയാണ്. ഒന്നൊന്നര ആഘോഷമായിരുന്നു. അതായത് ഇതൊരു ലവ് ജിഹാദാണെന്നും മതം മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് ഈ കൊലപാതകമെന്നും സംഘപരിവാറുകാരല്ല അടിച്ചങ്ങ് വിട്ടിരുന്നു. അതായത് ഉസ്ബെക്കിസ്ഥാൻ കേരളത്തിൽ വന്ന വിവരമുണ്ടല്ല കൊലപാതകം എന്ന് മാത്രമേ കേരളത്തിൽ വിവരത്തിലുള്ളൂ. പക്ഷെ സംഘപരിവാറില്ല അത് ഏത് ലെവലിലേക്കാണ് അപ്പോഴേ കൊണ്ടുപോയെന്ന് അത് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനൊരു കാര്യം ആദ്യമേ പറട്ടെ, ആ കൊലപാതകയായ ആ മുസ്ലിം യുവാണ്ടല്ല അവന് ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയില്ലേ അത് തന്നെ കൊടുക്കണം. ആ ശിക്ഷയുണ്ടല്ല തൂക്കുകയർ കുറഞ്ഞ ഒരു ശിക്ഷയുണ്ടല്ല ആ കൊലപാതകക്ക്, ആ ക്രൂരനായ കൊലപാതകക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അത്രയും ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ആ ക്രൂരനായ കൊലപാതകല്ല ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം. പക്ഷെ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നത്തിലുണ്ടായ കൊലപാതകത്തിണ്ടല്ല അതൊരു മതത്തിന്റെ പേരിലാക്കിയിട്ട് മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ നോക്കിയാല് അതിനെ ബോധമുള്ള ആൾക്കാരല്ല അത് സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ നെഞ്ചത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് സംഘപരിവാറുകാരാണെന്ന് എല്ലാവർക്കും ബോധവും വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ ഈ സംഭവത്തിന്റെ മുകളിലുള്ള മതം കയറ്റിട്ട് ഒരു മതവർഗീയത ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ നോക്കിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരെ കൊണ്ടും പറ്റൂല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടിയുടെ ബന്ധു വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടല്ല മതപരിവർത്തനം നടത്താൻ നോക്കിയ ഫലമായിട്ടാണ് ആ പെൺകുട്ടിയുടെ കൊലപാതകമെന്ന്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും ബന്ധു അല്ലേ പറഞ്ഞത്, അപ്പോ അത് സത്യമായിരിക്കില്ലേ എന്ന്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ബന്ധു പറഞ്ഞതിന് മുന്നേലുണ്ടല്ല സംഘപരിവാർ ഹാൻഡിലുകളിൽ മൊത്തം ഉണ്ടല്ല അങ്ങനെ ഒരു വാർത്തയുണ്ടല്ല സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോഴാ പെൺകുട്ടിയുടെ ബന്ധുവിനല്ല സംഘപരിവാറുകാർ ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി അത്രയും ബോധവും ഇല്ലാത്തവരാണോ മലയാളികൾ? എന്തായാലും നമുക്ക് ആ പെൺകുട്ടിയുടെ ബന്ധു പറഞ്ഞത് കേൾക്കാം. അതുകൊണ്ടല്ല വിസർജന ടിവിയിലൂടെ തന്നെ കേൾക്കാം. അവിടെ കുറച്ച് പൊലിപ്പിക്കലുണ്ട്, അതോടുകൂടി തന്നെ നമുക്ക് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളിയായ സാവരിയ എന്ന വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതിന് പിന്നിൽ മതപരിവർത്തന ശ്രമം. ഇസ്ലാം മതം സ്വീകരിക്കാൻ പെൺകുട്ടി തയ്യാറാകാത്തതിനാലാണ് കൊലപാതകത്തിന് കാരണമായത്. ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയായ മലപ്പുറം സ്വദേശിയായ സദറുൽ അനം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ ശരീരം ആസകലം മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായി വിവരമുണ്ട്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ ബന്ധുക്കളുടെ പ്രതികരണത്തിലേക്കാണ്. ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നത്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവർ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെക്കനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് മെനക്കെട്ട് നോക്കി. എന്നെ കാണിക്കുക ഒന്നും ചെയ്തില്ല. അവർ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ കൊന്നിട്ടുള്ളത്, മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്ത ഒരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ. അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. പെൺകുട്ടിയുടെ ഈ ബന്ധു പറഞ്ഞതുപോലെ ആ പ്രതിക്കണ്ടല്ല ആ ചെക്കനുണ്ടല്ല ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. അതിൽ ആർക്കും സംശയമില്ല. അതിലുണ്ടല്ല ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷെ അതിനൊക്കെ മുന്നിലുണ്ടല്ല ഇതൊരു മതപരിവർത്തനത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലുണ്ടല്ല ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റൂല, ആരെ കൊണ്ടും പറ്റൂല. കാരണം ഈ ബന്ധു പറഞ്ഞത് അവിടുത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയുണ്ടല്ലോ അവര് വന്നിട്ടാണ് പറഞ്ഞത്. അവളുടെ കൂടി ഉണ്ടായിരുന്ന സഹപാഠികൾ പറഞ്ഞത് ഇതൊരു മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള കൊലപാതകമാണെന്ന്. അങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ വന്നിട്ട് ഈ ബന്ധുവിനോടൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ല ആരെ കൊണ്ടും പറ്റൂല. കാരണം അങ്ങനെ ഒരു ആരോപണം അവിടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ കണ്ടെത്തി നമ്മൾ വിസർജന ടി വി ഇടില്ല നമ്മളെ മുന്നിൽ ആ വാർത്ത എത്തിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ കൊലപാതകം നടന്നിട്ട് ഇത്രയും സമയമായിട്ട് വിസർജന ടി വി കണ്ടില്ല അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ട് സംഘപരിവാറിന്റെ നാവായിട്ട് ഒരാൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെങ്കിൽ അത് വിശ്വസിക്കാൻ മാത്രമല്ല മണ്ടന്മാരല്ല ആരും. ഇനി ഇതൊക്കെ കാണുന്ന ചാണക സംഘങ്ങൾ ചിലപ്പം പറയും ആ ബന്ധു പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാത്ത ഇവരുണ്ടല്ല ഇവൻ എത്ര ക്രൂരനാണ് എന്ന്. ആ സംഖ്യയോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, ആ കൊല്ലപ്പെട്ട പെൺകുട്ടി ഉണ്ടല്ല ആ പെൺകുട്ടിക്ക് നീതി കിട്ടുക തന്നെ വേണം. അതായത് ആ ക്രൂരനായ കൊലപാതകണ്ടല്ല അവന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. പക്ഷെ അതിലുണ്ടല്ല മതത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് കുതിരിപ്പുണ്ടാക്കാൻ നോക്കാൻ വേണ്ടിട്ട് ആര് ശ്രമിച്ചാലും അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വിശകലമാടെ കിട്ട പോസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ആ പോസ്റ്റ് കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇതിങ്ങനല്ല ഒരു മതപരിവർത്തന ഭാഗമായുള്ള കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആരാണ് ശ്രമിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. എന്താ ഞാൻ കേട്ടില്ല വിശകലമായിട്ട് 1-2 പോസ്റ്റ് ഞാൻ വായിച്ചുതരാം. ലവ് ജിഹാദിന് ഇരയായ കൊല്ലപ്പെട്ട സാവരിയ ബസന്തിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഹിന്ദു ഐക്യവേദിയുടെ ശ്രദ്ധാഞ്ജലി. അടുത്തത് ശശികല ടീച്ചർ. കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് ഇന്ത്യ.
എല്ലാം വെറും ഫോബിയ മാത്രം, എല്ലാം വെറും കെട്ടുകഥകൾ മാത്രം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ട അരിപ്പാട് സ്വദേശിനി സാവരിയുടെ ബന്ധു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടല്ലോ ആ ബന്ധുവൊക്കെ എന്തിനാണ് ഇങ്ങനെ പ്രതികരിച്ചത് എന്ന്. നിങ്ങൾ കണ്ടല്ലോ നമ്മളെ വിശകലമാണ്ടല്ലോ ഇതിനെ ലവ് ജിഹാദാക്കിയിട്ട് കേരള സ്റ്റോറി ആക്കിയിട്ട് നമ്മളെ നാടിനെയും നമ്മളെ നാട്ടിലെ മുസ്ലിങ്ങളെയും എങ്ങനെയൊക്കെ അവമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. ഇങ്ങനെ കേരളത്തിലെ എല്ലാ ചാണക സംഖ്യകളും ഈ വാർത്ത പുറത്തു വന്ന ശേഷം ഉണ്ടല്ലോ അയോധ്യത്തിൽ ചാണക സംഖ്യകൾ കളവ് നടത്തില്ലേ അന്ന് തൊട്ടിട്ട് ചത്ത പോലെ കിടന്നുറങ്ങുന്ന എല്ലാ ചാണക സംഖ്യകളും ഈ വാർത്ത വന്ന ശേഷം ഉണ്ടല്ലോ അങ്ങ് എണീറ്റ് ഒരൊന്നൊന്നര എണീക്കല്. എന്നിട്ട് അറഞ്ചം പുറഞ്ഞുള്ള ഇതുപോലത്തെ പോസ്റ്റുകൾ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലും. അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോയിലാണ് ആ ചാണക സംഖ്യകളുടെ ഇപ്പോഴത്തെ പരിപാടി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഒരു ഹിന്ദു പെൺകുട്ടി മരിക്കണമെന്നും അതിന്റെ പിന്നിലല്ല ഒരു മുസ്ലിം ആകണമെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചാണക സംഖ്യകൾ തന്നെയാണ്. അതായത് മരിച്ചതൊരു ഹിന്ദു ആണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മുസ്ലിം തന്നെ ആകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചാണക സംഖ്യകളാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് VHP നേതാവ് അനിൽ വിളയില്ലേ മൂപ്പർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി കേൾപ്പിച്ചു തരാം. ഈ VHP നേതാവിന്റെ വർത്താനം കേൾക്കുമ്പോഴല്ല നിങ്ങൾക്കുണ്ടല്ലോ ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരും. അതുമാത്രമല്ല ഈ അനിൽ വിളയിലുള്ള ഈ സംഭവത്തിന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും എവിടെയാണ് കൂട്ടിക്കെട്ടാൻ നോക്കുന്നതെന്നും ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതെ, ഞാൻ താമസിക്കുന്ന പ്രദേശത്തിന് അടുത്തുള്ള കുട്ടിയാണിത്. വളരെ സങ്കടകരമായ സാഹചര്യമാണ്. വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. 1ാം വർഷ പ്രവേശനം നേടി അങ്ങോട്ട് ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത കാലത്തായി എല്ലാ ലവ് ജിഹാദുകളുടെയും ആ ലവ് ജിഹാദുകളെല്ലാം ജനോസൈഡ് ജിഹാദായി മാറുന്നു. വെച്ചാൽ മനുഷ്യനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ലവ് ജിഹാദ് മാറുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്, ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിന് മുമ്പ് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലവ് ജിഹാദിന്റെ ഇരകളാക്കപ്പെട്ട വീട്ടുകാരെ ഉപേക്ഷിച്ച് എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് ഈ മുസ്ലിം ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്ന പല പെൺകുട്ടികളും പിന്നീട് തൂങ്ങിയാടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷമടിച്ച് മരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പയ്യന്മാരാൽ കൊല്ലപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ലവ് ജിഹാദുകൾ ജനോസൈഡ് ജിഹാദായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. അത് ആരും ചർച്ച ചെയ്യാതെ പോകരുത്. ജനം ടിവിയെങ്കിലും അങ്ങനെ തന്നെ പറയണം. ജനോസൈഡ് ജിഹാദ് എന്ന് വെച്ചാൽ മനുഷ്യവംശത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ജിഹാദായിട്ട് മാറുന്നു, പ്രത്യേകിച്ച് അന്യമതങ്ങളിലെ പെൺകുട്ടികളെ. ഇതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളൊക്കെ വളരെ വ്യാപകമായ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ പിടിക്കപ്പെടുന്ന ഈ ഡ്രഗ് ജിഹാദിന്റെ ഭാഗമായി പിടിക്കപ്പെടുന്ന ഒരു പുരുഷനോടൊപ്പം എപ്പോഴും പിടിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി ഒരു ഹിന്ദു നാമധാരിയോ ഒരു ക്രൈസ്തവ നാമധാരിയോ ആയിരിക്കും. ഈ VHP നേതാവ് ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടല്ലോ, ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീടിന്റെ അടുത്താണ് ഈ ചങ്ങായിന്റെ ഈ VHP നേതാവിന്റെ വീട്. അപ്പൊ പിന്നെ ആ ബന്ധുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ സമ്പത്ത് ഈ ചങ്ങായിണ്ടല്ല ഏതുമായിട്ടാണ് കൂട്ടിക്കെട്ടാൻ നോക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. മയക്കുമരുന്ന് ജിഹാദായിട്ടാണ് ഈ സമ്പത്തൊക്കെ ഈ ചങ്ങായി കൂട്ടിക്കെട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മരണത്തെ പോലുണ്ടല്ലോ വർഗീയമായി എങ്ങനെ മുതലെടുക്കാൻ നോക്കിയാന്ന് നമ്മുടെ നാട്ടിലെ ചാണക സംഖ്യകൾ. അപ്പോൾ ഈ ചാണക സംഖ്യകളല്ലാതെ വേറെ ആരാണ് ഈ സമ്പത്തെ മതപരിവർത്തനത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമാണെന്ന് വരുത്തി തീർത്തിയത്? ഈ സംഖ്യകളെ കൊണ്ടല്ലാതെ വേറൊരാക്കടില്ല അങ്ങനെ ഒരു വൃത്തികേട് കാണിക്കാൻ വേണ്ടി വേറൊരാക്ക് കഴിയില്ല. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ ആ കൊലപാതകിക്കടില്ല, ക്രൂരനായ കൊലപാതകിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ കൊല്ലപ്പെട്ട പെൺകുട്ടി ആത്മാവുണ്ടല്ല ആത്മാവിന് ശാന്തി കിട്ടും. പക്ഷെ അതിന്റെ പേരിൽ ഇല്ലാ കഥകൾ പറഞ്ഞ് നമ്മളെ കേരള നാട്ടിലുണ്ടല്ല വർഗീയത ഉണ്ടാക്കി ഇവിടെ ഒരു വിഭജനം ഉണ്ടാക്കാൻ നോക്കിയാൽ ആ ടീമിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റൂല. എന്നെ കൊണ്ടെന്നല്ല കേരളത്തിൽ ഒരാൾക്കും നല്ലവരായ ഒരാൾക്കുണ്ടല്ല അതിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളം ഉണ്ടല്ല അത്ര ശ്രമത്തിണ്ടല്ല ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഒരിക്കൽ കൂടി മരണപ്പെട്ട ആ പെൺകുട്ടിക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.